നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 276-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ, സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വ്യക്തിത്വം സുഭാഷ് വലവൂർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് സരസ്വതി പൂജ വയ്പ്പാണ്. തെക്കൻ കേരളത്തിൽ ഉടനീളം എല്ലാ ഭവനങ്ങളിലും പൂജവയ്പ്പ് ഒരു അനിവാര്യ ഘടകമാണ്. പ്രത്യേകിച്ച് എഴുത്തുകാർ, അവർക്ക് മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അവർക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം. അവരവരുടെ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളിൽ ഉറച്ചു മുന്നോട്ട് പോവുക. മൂകാംബികയിൽ നിരവധി തവണ പോയി തൊഴാൻ കഴിഞ്ഞിട്ടുണ്ട്. എഴുത്തിൻ്റെ കേദാരഭൂവിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുതുമ്പോഴും എല്ലാം അമ്മയുടെ അനുഗ്രഹം, വാഗ്ദേവതയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇന്നും ഞങ്ങളുടെ വീട്ടിൽ ചെറിയ തോതിൽ ഒരു പൂജവയ്പ്പ് ഒരുക്കിയിട്ടുണ്ട്. അതിലുപരി നമ്മുടെ മനസ്സ്, എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ, ഓരോ തരത്തിലാണ് നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത്. അത് ആരുടെയും തെറ്റല്ല. ഞാനിന്ന് മനസ്സിനെ ഉപമിക്കുന്നത് മിഴാവിനോടാണ്. മിഴാവുന്ന വാദ്യോപകരണത്തിൽ നമ്മുടെ വിരലുകൾ ഏത് തരത്തിൽ ചലിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് അതിൽ നിന്നും ധ്വനിയുണ്ടാകുന്നത്. അതിവിടെ പറയാൻ കാരണം, ഞാൻ ഈ അടുത്ത കാലത്താണ് സുഭാഷ് വലവൂറിനെ പരിചയപ്പെടുന്നത്. അതും ഈ 17 സെപ്റ്റംബറിൽ വിസ്മയാസിൽ വെച്ച് ലോകപ്രശസ്ത സാഹിത്യകാരൻ ശ്രീ നീലാപത്മനാഭൻ്റെ തലമുറകൾ എന്നുള്ള പുസ്തകത്തിൻ്റെ പുനർപ്രസിദ്ധീകരണ വേളയിൽ ആ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ശ്രീ സുഭാഷ് വലവൂറിനെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും അദ്ദേഹത്തോടൊപ്പം നിന്നുള്ള ഫോട്ടോ എടുത്തതും അദ്ദേഹം എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി തന്നതും വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ അദ്ദേഹവുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾക്കപ്പുറം എന്നുള്ളൊരു യാത്രാവിവരണ ഗ്രന്ഥം, കംബോഡിയയിൽ പോയതും അതുമായി അനുബന്ധമുള്ള ഒരു ഗ്രന്ഥം എനിക്ക് സമ്മാനമായി തന്നു. പിന്നെ അവിടുത്തെ ഫംഗ്ഷൻ, അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു 4-5 ഫോട്ടോ, ഞാനും പ്രശസ്ത കവിയും എഴുത്തുകാരനും ചീഫ് സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ശ്രീ ജയകുമാർ സാറുമായിട്ടുള്ള ഞാൻ അറിയാതെ എടുത്ത 5-6 ചിത്രങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പോയി. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് അവിടെ വന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഏറിയ പങ്കും എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ആയിരുന്നു. എന്നെ അതിശയപ്പെടുത്തിയത്, ആർക്കും സമയമില്ല, ഈ 24 മണിക്കൂർ തികയുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് എനിക്ക്. പരസ്പരം കാണുവാനും സംസാരിക്കുവാനും സംവേദിക്കുവാനും കിട്ടുന്ന ഇതുപോലുള്ള അവസരങ്ങളിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയാതെ വന്നെങ്കിലോ, പിന്നീട് ഓരോരുത്തരുമായി സംസാരിക്കാൻ കഴിയാതെ വന്നെങ്കിലോ എന്നൊക്കെയുള്ള ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടി. ഒരുപാട് പേരുമായി പരിപാടി കഴിഞ്ഞ് സംസാരിക്കണം എന്ന് കരുതിയപ്പോഴേക്കും എല്ലാവരും തിരക്കിട്ട് പോവുകയാണ്. എങ്ങോട്ടേക്ക് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉടലെടുത്തു.
മറ്റൊന്നുമല്ല, എന്നെപ്പോലുള്ളവർ ഇപ്പം ഞാനും ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ കുറഞ്ഞത് 6-7 ദിവസത്തെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെയാണ്. അത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഉള്ള ഒരു എപ്പിസോഡ് ചെയ്തെടുക്കാൻ കുറഞ്ഞത് 8-9 മണിക്കൂറത്തെ അശ്രാന്ത പരിശ്രമമാണ്. പിന്നെ അവരെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ചേർക്കുക, അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രോസസ്സിലൂടെയാണ് ഇങ്ങനെയൊന്ന് സൃഷ്ടിക്കപ്പെടുന്നത്. അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇത്രയൊക്കെ ഇവിടെ പറഞ്ഞത്, അന്ന് ശ്രീ സുഭാഷിനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം തൃശ്ശൂരാണ് ജനിച്ചത്, തിരുവനന്തപുരത്താണ് പഠിച്ചതും വളർന്നതും ഒക്കെ. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്, സൈൻ ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാനും 2-3 സഞ്ചാരകൃതികൾ ഖത്തറിനെക്കുറിച്ചും യുഎഇയെക്കുറിച്ചുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന പേരിൽ ആദ്യം 1997 മൾബറി ബുക്സ് പബ്ലിഷ് ചെയ്ത ആ പുസ്തകത്തിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ സി അച്യുതമേനോനും ശ്രീ എസ് ശർമ്മയുമാണ് അതേക്കുറിച്ച്, ആ സൃഷ്ടിയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. 1987 യാത്ര ചെയ്യുന്നു. 1997 മൾബറി ബുക്സ് അത് പുസ്തക രൂപത്തിൽ പുറത്തിറക്കുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ ആമുഖം എഴുതാൻ വേണ്ടി ശ്രീ സി അച്യുതമേനോൻ സാറിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹം എഴുതിയ നിരവധി കത്തുകൾ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തെ കാണാൻ പോയ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തെക്കുറിച്ചുള്ള എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ 15 ദിവസം നിന്നപ്പോൾ ഇത്രയും കരുത്തുറ്റ ഒരു ഗ്രന്ഥം എഴുതി. ഈ കണക്കിന് നിങ്ങൾ 1 വർഷം താമസിച്ചെങ്കിലോ സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചതിന് അത്രമാത്രം അഗാധമായി നിങ്ങൾ ഇതേക്കുറിച്ച് പഠിച്ചിരിക്കുന്നു. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡിനൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു കൃതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സത്യത്തിൽ കണ്ണുകൾ നിറഞ്ഞു എന്നേ പറയുന്നുള്ളൂ. കഴിഞ്ഞുപോയവർ, കാലത്തിലൂടെ നടന്നുപോയവർ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതല്ല. 2-3 മാസക്കാലം തിരുവനന്തപുരത്ത് അരുവിക്കരയിലെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടും ഉറങ്ങിയും കുളിച്ചും ഒക്കെ മാസങ്ങളോളം താമസിച്ചാണ് റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന സൃഷ്ടി ഞാൻ എഴുതി പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഒരു യാത്രാ വിവരണ ഗ്രന്ഥം എഴുതുമ്പോൾ അവിടെ പോയ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷങ്ങൾ നൽകും. ഞാൻ ഇത്രയും ഇവിടെ സൂചിപ്പിച്ചത്, ഇദ്ദേഹം എഴുതിയ കംബോഡിയ കാഴ്ചകൾക്കപ്പുറം എന്നുള്ള ഗ്രന്ഥം ഞാൻ 4-5 ദിവസം കൊണ്ടാണ് വായിച്ചു തീർത്തത്. വെറുതെ പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല, മറിച്ച് ഗൗരവതരമായ വീക്ഷണത്തിലൂടെയും പഠനത്തിലൂടെയും നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു സൃഷ്ടി. അതിൽ നിറയെ ചിത്രങ്ങളും ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രന്ഥം, നല്ലൊരു കൃതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് വായിച്ച ശേഷം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, മനസ്സ് മിഴാവിൻ്റെ മാതിരിയാണ് എന്നത്. ഞാൻ പലവട്ടം അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ടു, റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞ് 4-5 പ്രാവശ്യം വിളിച്ചു, റിപ്ലൈ ഇല്ല. വോയിസ് മെസ്സേജ് ഇട്ടു, റിപ്ലൈ ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്തകൾ സർപ്പങ്ങളെ പോലെ ഉണർന്നു. എന്താ, ഇദ്ദേഹത്തിനെ വിളിച്ചാലൊന്ന് തിരിച്ചു വിളിച്ചൂടെ? റെസ്പോൺസ് ഈസ് എ മേജർ ഫാക്ടർ എന്നാണ് എൻ്റെ ചിന്ത. റെസ്പോണ്ട് ചെയ്യാത്ത ആരായാലും ഞാനത് പ്രതികരിക്കും. അത് എൻ്റെ ഒരു രീതിയാണ്. കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ അത് അഹങ്കാരമായിട്ടല്ല,
ഒരു അവഹേളന പോലെയുള്ള ഒരു രീതിയാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പറയാം, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് വിത്ത് യു എന്ന് നമ്മളോട് പറയാം. ഇത് പലതവണ എഴുതി, പലതവണ മെസ്സേജ് ഇട്ടു, എന്നിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണാനില്ല. ശരിക്കും എൻ്റെ മനസ്സിൻ്റെ ചിന്തയാണ് പറഞ്ഞത്. അതിവിടെ തുറന്നു പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഈ സൃഷ്ടി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിന് വളരെയധികം ആഹ്ലാദം തോന്നി. ആരെയും നല്ലത് എവിടെ കണ്ടാലും നമ്മളത് നല്ലതാണെന്ന് പറയുക, മോശമായി കണ്ടാൽ നമ്മൾ അവരെ വ്യക്തിപരമായി വിളിച്ച് നമ്മുടെ കാഴ്ചപ്പാട് അറിയിക്കുക, അല്ലാതെ ലോകരെ മുഴുക്കയും വിളിച്ചു വരുത്തി അതിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതല്ല ഒരു നല്ല ചിന്തയുടെ ഉടമയ്ക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞത്, അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ എൻ്റെ എപ്പിസോഡുകളിലൂടെ അദ്ദേഹവും കടന്നു പോകുന്നു എന്നുള്ളതാണ്. വെറും 2-3 ആഴ്ചത്തെ പരിചയം. അപ്പോൾ ഈ സൃഷ്ടി വായിച്ചിട്ട് അതിലെ ചില ഭാഗങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ഉണർത്തി. തുടക്കത്തിൽ നിന്നും ഒടുക്കത്തിലേക്ക് പോകുമ്പോൾ ഓരോ എഴുത്തിലും ഓരോ വാക്കിലും സൗന്ദര്യം കൂടുതൽ ഉള്ളതായി തോന്നിയില്ല എങ്കിലും അറിവിൻ്റെ ഒരു ഭാവപ്പകർച്ച അതിലൂടെ കടന്നു പോകുമ്പോൾ അറിയാൻ സാധിക്കും. അപ്പോൾ ഒരു 8-10 എപ്പിസോഡുകൾ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി ഓരോരോ റെഫറൻസുകൾ കളക്ട് ചെയ്ത് അവരെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണമില്ലായ്മ. അപ്പോഴാണ് എൻ്റെ മനസ്സ് വിടാവ് പോലെ താളം പിടിക്കാൻ തുടങ്ങിയത്. ശരിക്കും ഇന്ന് അദ്ദേഹം, ഇതിൻ്റെ എഴുത്തിൽ വ്യാപരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ കൃഷ്ണശിലയായി വന്നതിനൊരു കമൻ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നെങ്കിലും അദ്ദേഹം പ്രതികരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്ന ആ നമ്പറിൽ 2-3 തവണ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഒറിജിനൽ നമ്പറാണോ അതോ ഈ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കാത്തതാണോ? അങ്ങനെ വോയിസ് മെസ്സേജ് ഇതെല്ലാം വിട്ടു. ഒടുവിൽ ഒരു നല്ല നിമിത്തമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നിരിക്കുന്നു. ഞാനിന്ന് സിക്കിമിലും ഭൂട്ടാനിലും സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ റേഞ്ചില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാത്തതും മറുപടി തരാത്തതും എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ആദ്യം മനസ്സിൽ കണക്കുകൂട്ടിയ, മനസ്സിൽ ചിന്തിച്ച, മനസ്സിൽ തോന്നിയ ആ വിചാരങ്ങൾക്കെല്ലാം മാറ്റം സംഭവിച്ചുകൊണ്ട് കടലിലെ നീലിമ പോലെ സുന്ദരമായ ഒരു പ്രതലം എന്നുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ സുഭാഷ് വലവൂർ എന്ന മനുഷ്യനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു. നല്ലൊരു സൃഷ്ടി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാലത്തിൻ്റെ നെറുകയിൽ സ്വപ്നതുല്യമായ കുറേയധികം സൃഷ്ടികൾ. നല്ലതിനെ നല്ലതെന്നും പുകഴ്ത്തേണ്ടവയെ പുകഴ്ത്തേണം എന്നും ഉള്ള ഒരു ചിന്തയിലൂടെയാണ് ഞാനെപ്പോഴും കടന്നു പോകുന്നത്. എൻ്റെ കഴിവുകൾ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ കഴിവുകൾ ഞാൻ വിചാരിച്ചാലും മാറ്റപ്പെടുന്ന ഒന്നല്ല. വളരേണ്ടവർ വളരുക തന്നെ ചെയ്യും. പിന്നെ അതിന് കുറച്ച് വളവും കൂടി കൊടുത്താൽ കൂടുതൽ തഴച്ചു വളരും എന്നതുപോലെ ഇപ്പോൾ അദ്ദേഹം ഭൂട്ടാനിലും സിക്കിമിലും ഗ്രാമങ്ങൾ കണ്ടും മറ്റും പോവുകയാണ്. അദ്ദേഹം ഇപ്പോഴും 1-2 ഫോട്ടോസ് ഇട്ടിരുന്നു, അതെല്ലാം കണ്ടു. ഒരു എഴുത്തുകാരന് വേണ്ട ആർജവം, ഒരു എഴുത്തുകാരന് വേണ്ട ചിന്ത, ഒരു എഴുത്തുകാരന് വേണ്ട പഠനം, മനനം, ഇതെല്ലാം ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പുരാണവും കലയും ചുംബിക്കുന്ന ചോരുകൾ എന്ന ഒരു അധ്യായം
എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ മികവുറ്റതാണ്. ശരിക്കും ഒരു സ്റ്റഡി ചെയ്ത അവതരണ രീതി. കംബോഡിയയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണെങ്കിലും അതിൽ പഠിക്കാൻ ഏറെയുണ്ട്. ആ നല്ല എഴുത്തുകാരന് കൂടുതൽ ഭാവങ്ങൾ നേരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഇനിയും ധാരാളം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നല്ല എഴുത്തുകാരന്, ആ വലിയ എഴുത്തുകാരന് എൻ്റെ മംഗളാശംസകൾ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.